ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്ഥിരം കലാപരിപാടികളിലേക്ക് നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നല്ല തണുപ്പുള്ള മോർണിംഗ് ആയിരുന്നെങ്കിലും പുതച്ചു മൂടി കിടക്കാനൊക്കെ തോന്നിയെങ്കിലും ചാടി എഴുന്നേക്കേണ്ടി വന്നു. ഇതാ നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. നടുക്കിരിക്കുന്നത് പാലാണ്. ഇത് മിനിഞ്ഞാന്നത്തെ പാലാണേ. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് കുടിവെള്ളവുമാണ്. അപ്പോഴിവിടെ പാൽ അധികമായിട്ട് വരുന്നു. കാരണം ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. പനി കഴിഞ്ഞപ്പോൾ ഈ പാല് കാണുന്നതേ എല്ലാവർക്കും കഫക്കെട്ടാവുന്ന ഒരവസ്ഥയായപ്പം പാലിൻ്റെ ഉപയോഗം നന്നേ കുറഞ്ഞു. ദിവസം 5-6 ചായ കുടിച്ചുകൊണ്ടിരുന്ന അച്ഛനൊക്കെ ഇപ്പോൾ കട്ടൻ ചായയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാലെല്ലാം കാച്ചി ഉറയൊഴിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പില്ല. ഇനി ഞാനൊരു സ്മൂത്തിയുടെ ഇതാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതിനകത്തേക്ക് സ്മൂത്തിക്ക് വേണ്ടി ഈ ഒരു സ്പൂണിൽ 3 സ്പൂൺ ഓട്സ് ഇട്ടു, 2 സ്പൂൺ അവലിട്ടു. ഇനി ഇടാൻ പോകുന്നത് സീഡ്സ് എല്ലാം കൂടെ ഉള്ളതാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടും. ഒരു സ്പൂൺ എന്ന കണക്കിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഉള്ള സീഡ്സ് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമ്മൾ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉണക്കമുന്തിരിയും ബദാമുമാണ്. ഇതിൻ്റെ കൂടെ സാധാരണ തൊലിയുള്ള നട്ട്സ് കൂടി ഇടാറുണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പ്. പക്ഷേ അത് തീർന്നത് കൊണ്ട് ഇപ്പം അതില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ഏത്തക്കയാണ്. ഒരുപാട് പഴുക്കാത്തതും എന്നാൽ അത്യാവശ്യം പഴുത്തതുമായ ഒരു ഏത്തക്കയാണ് ഞാൻ എടുക്കാറുള്ളത്. ഇവിടെ സ്മൂത്തിക്കൊന്നും ആദ്യം മുതലേ പാൽ ഉപയോഗിക്കാറില്ല. പാൽ ഉപയോഗിക്കുന്നവർക്ക് ഇതെല്ലാം പാൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇവിടെ പാൽ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞങ്ങൾ തിളപ്പിച്ച വെള്ളത്തിലാണ് ചെയ്യാറ്. പിന്നെ ഒരു 3 ഈന്തപ്പഴം എടുത്തു. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്കിടാം. ഇനി നമ്മുടെ ഉണക്കമുന്തിരിയും ബദാമും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിനായിട്ടിടുന്ന ഒരു സാധനമാണ് പീനട്ട് ബട്ടർ. ഇതെല്ലാം കൂടെ കുതിർത്ത് വെച്ച് ചേട്ടൻ വന്നിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ആ ഒരു ടൈമിൽ 1 സ്പൂൺ എന്ന കണക്കിലാണ് പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് റോബസ്റ്റ ഉണ്ടെങ്കിൽ റോബസ്റ്റ, ഞാലിപ്പൂവൻ ഉണ്ടെങ്കിൽ ഞാലിപ്പൂവൻ, അങ്ങനെ പഴങ്ങളും ചേർത്ത് കൊടുക്കാവേ. ഇന്നിതിവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ജിമ്മിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്മൂത്തി കുടിക്കുന്നത് നമുക്ക് ഭയങ്കര ഗുണമായിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഇതൊരു ശീലമാക്കാം. ഞാൻ രാവിലത്തെ തിരക്കട്ട ജീവിതത്തിൽ ഓടിക്കിടച്ച് പോകുമ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ ജോലിയുടെ ഇടയിൽ ഇതൊരെണ്ണം കുടിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ചില ദിവസങ്ങളിൽ ഇത് തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.